പുറകെ ഇങ്ങനെ. ഇങ്ങോട്ടാ ഇഷ്ടപ്പെട്ടോ? വലിയ പൂവായോ? അത് ഫുള്ള് വിടണം. ഇഞ്ചി സൈഡിൽ കൂടെ മുഴുവൻ ഇഞ്ചി ഉണ്ടാക്കുക. നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചെടി വിൽക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ചെടി ഒരു പൂവോടെയുള്ള ചട്ടിയോടി കൂടിയുള്ള ഒരു ചെടിക്ക് നമ്മൾ 50 രൂപ ഈടാക്കുന്നുള്ളൂ. വരും 50 രൂപ. ഹലോ, ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അച്ചായൻ ഫാമറിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ടും, കമൻറ്റും അല്ലേ. ഇപ്പോൾ എന്നാ സ്കൂളിൽ വന്നിട്ട് വരുന്ന വഴിയാണ്. അപ്പം അവിടുത്തെ ടീച്ചർമാർ ഇപ്പം ഈ സ്കൂൾ വണ്ടിയിൽ ബസ്സിൽ ടീച്ചർമാരും പിള്ളേർക്ക് എന്തോ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുപ്പൂ ഇത് വിൽക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ പിന്നെന്താ പറഞ്ഞത്? വിൽക്കാനാണോ ചോദിച്ചു. അപ്പോൾ ടോൺ അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഓണത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഓണത്തിന് ഇത് കൊടുക്കാൻ വേണ്ടിയാ. അപ്പം നമ്മൾ പൂ എന്തോരൊക്കെ ആണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടല്ലേ അല്ലേ. അപ്പം പിന്നെ സ്കൂളിന് വേണ്ടിയൊക്കെ ചിലപ്പം പൂ ചോദിക്കുമായിരിക്കും അല്ലേ. അത്തപ്പൂ മത്സരമൊക്കെ അല്ലേ. അപ്പം അത്തപ്പൂ മത്സരമൊക്കെ സ്കൂളിലും കോളേജിലും അതുപോലെ പലയിടത്തും ഉണ്ട്. നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണം. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതാ നമ്മളെ ഇവിടെ ഇട്ടാക്കാം. അപ്പോൾ പൂ വേണ്ടവർക്കും പൂക്കൾ അതുപോലെ പൂച്ചെടി വേണ്ടവർക്കും കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ ഭാഷംകുട്ടനുണ്ട് എന്താ ബന്ധിച്ചെടിയുടെ പുറകെ ഇങ്ങനെ. ഇങ്ങോട്ടാ ഇഷ്ടപ്പെട്ടോ? വലിയ പൂവായോ? അത് ഫുള്ള് വിടണം അല്ലേ. അപ്പോൾ അത്യാവശ്യം പൂക്കളായി. നമ്മൾ 6-ാം തീയതി മുതലാണ് നമ്മൾ അത്തം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മുതൽ നമുക്ക് മാർക്കറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം മാർക്കറ്റ് കുറവാണ്. ഉണ്ടോ പിള്ളേർ സ്കൂൾ വന്നു കഴിഞ്ഞ് സ്കൂൾ വണ്ടി ഇതിലെ പോകുമ്പം ഈ വഴി കൂടെ പോകുന്നത് സ്കൂൾ വണ്ടി. അപ്പോൾ അത് കാണുന്നത് ഈ പ്രകൃതിരമണീയമായ ഈ പ്രദേശം കാണുമ്പം ഇവരോട് എന്തൊക്കെയോ ഡയലോഗ് പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുമ്പോൾ അല്ല ഇങ്ങോട്ടൊന്നും വരുന്ന ആൾക്കാരേ അല്ല ഇവർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ബായ് ഒന്നും വെക്കാതെ നിങ്ങൾ വന്നിട്ടില്ല. ബായ് വെക്കാതെ വന്നിട്ടുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ കൃഷിയെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ മക്കളും കൃഷിയെ സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെ അവരുടെ കൂടെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി സൈഡിൽ കൂടെ മുഴുവൻ ഇഞ്ചി ഉണ്ടാക്കുക. ഇതിൻ്റെ ഒരു വീഡിയോ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. മുളക് പിന്നെ ഇച്ചിരി മാറ്റി നമ്മൾ കുക്കുംബറുണ്ട്, വഴുതനങ്ങയുണ്ട്, മുളകുണ്ട്, പടവലമുണ്ട്, തക്കാളിയുണ്ട്, പാവലുണ്ട്, കോവലുണ്ട്, അങ്ങനെ ഉണ്ട്. വഴുതനങ്ങയൊക്കെ നാടൻ വഴുതനങ്ങ അല്ലേ. നേരത്തെ കഴിഞ്ഞ നട്ടാക്കുന്ന വഴുതനങ്ങ എല്ലാം തീർന്നു. അത് അവിടെ എല്ലാം ഉണ്ട്. കവാത്തി നട്ടിട്ടുണ്ട്. ചുമ്മാ അങ്ങ് കാച്ചേക്കുക. അതൊക്കെ കായ്ക്കാൻ തുടങ്ങുന്നു. ഓണമാകുമ്പോൾ കൊടുക്കാം. പൂവായിട്ട് കായ്ക്കും. ചെരുപ്പ് പോരുന്നേ സന്തോഷമാവും. എനിക്ക് മാത്സിനും ഹിന്ദി നല്ല മാർക്കാ. അതല്ലേ. അപ്പോൾ നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറി ഫുഡ് കാപ്പി കുടിച്ച് ട്യൂഷന് പോ. സ്പീഡപ്പാടെ. അപ്പം സ്കൂൾ കഴിഞ്ഞ് പിള്ളേരുടെ റിയാക്ഷൻ ചെറിയൊരു വീഡിയോ കാണിച്ചോളൂ. നമ്മളെ അച്ചായൻ ഫാമർ ഈ ചാനലിൽ
സാധാരണ ഈ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മളെ മെർക്കിൾ ബിഗ് ഫാമിലി എന്ന ഫാമിലി ബ്ലോഗിലാണ് ഇടുന്നത്. പക്ഷേ ഇത് കൃഷി സംബന്ധമായ ഒരു റിയാക്ഷൻ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സന്തോഷം. അവിടെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ടീച്ചേഴ്സ് എന്തൊക്കെയോ പറഞ്ഞു. അതിൻ്റെ അവർ ആ അപ്പോൾ ആ ഈ പൂക്കൾ കാണുമ്പം പ്രദേശം കാണുമ്പോൾ പ്രത്യേക രസമുണ്ട്. എടുത്ത് നോക്കിയത് കാണാം. അത് ഇങ്ങനെ കാണാൻ വേണ്ടിയല്ലല്ലോ, വിൽക്കാൻ വേണ്ടിയല്ലോ. അപ്പം അതിൻ്റെ ഫ്ലക്സൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ 6-ാം തീയതി വിട്ട് കൊടുക്കും. ഇതിൻ്റെ വലിയ കാന്താരി ഉണ്ട്, കാന്താരി. നമ്മൾ ചെടിയായിട്ടല്ല നോക്കുന്നുണ്ട്. ഇത് ഇവിടെ നമുക്ക് ചെടി വിൽക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ചെടി ഒരു പൂവോടെയുള്ള ചട്ടിയോടി കൂടിയുള്ള ഒരു ചെടിക്ക് നമ്മൾ 50 രൂപ ഈടാക്കുന്നുള്ളൂ. വരും 50 രൂപ. ഫുള്ളൊന്നും ആയില്ല. 1 രൂപ ആയിട്ടില്ല, കിലോ കണക്കാണ് മോനെ. 1 കിലോയ്ക്ക് ഒടിക്കണോന്നോ? കത്രിക കൊണ്ട് കണ്ടിക്കും. ബൈ ബൈ.